ഇന്ന് നമുക്ക് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന പുട്ട് എങ്ങനെ കൂടുതൽ ടേസ്റ്റിയായും എളുപ്പത്തിലും തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് പുതിയതായി ഒരൈറ്റവും മേടിക്കേണ്ടതില്ല. വീട്ടിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പുട്ട് കൂടുതൽ രുചികരമാക്കാം. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറിയൊക്കെ വിളമ്പുന്ന കയ്യിലില്ലേ, അതിൽ ഒരു 4 കയ്യിൽ അരിപ്പൊടി, അതായത് പുട്ടുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഉപ്പും പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ചില സൈഡിൽ ഉപ്പും പഞ്ചസാരയൊക്കെ കൂടും, ചില സൈഡിൽ കുറയും. അത് കാരണം ഇപ്പം തന്നെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ നാളികേരം ചിരകിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി പൊടിയിൽ നമ്മൾ മിക്സ് ചെയ്യുക. ഇതിനു ശേഷം ഒരു 1/4 ഗ്ലാസ് പാല് കുറച്ചായി ഈ അരിപ്പൊടിയിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ചായി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളമെടുത്ത് കുറച്ചായി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത്, അപ്പോൾ വെള്ളം കൂടിപ്പോവും. അത് കാരണം വെള്ളം കുറച്ച് ഒഴിച്ച് നമ്മുടെ പൊടിക്ക് ആവശ്യമായ വിധത്തിലുള്ള വെള്ളം ആക്കിയെടുക്കണം. അധികം കുഴഞ്ഞു പോകരുത്, വെള്ളം വല്ലാണ്ട് കുറയാനും പാടില്ല. ഏതാണ്ട് ഈ പരുവത്തിലായാൽ നമുക്കിത് ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കാനായി തുടങ്ങാം. ഞാനിവിടെ പുട്ടുകുറ്റി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അച്ചൊക്കെ ഇട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് നാളികേരവും പിന്നെ അരിപ്പൊടിയും ആ ഓർഡറിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ എപ്പോഴും നാളികേരം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുക്കറിന് മീതെ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിൽ ഒരു 1/4 ഭാഗം വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് സ്റ്റീം വന്നു തുടങ്ങിയപ്പോൾ ഞാനിത് ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഫുള്ളിലിട്ടിട്ട് സ്റ്റീം വരുത്താം. സ്റ്റീം നന്നായി വന്നു തുടങ്ങിയാൽ ഇത് ലോയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി വെക്കുക. അപ്പോഴേക്കും നമ്മുടെ പുട്ട് തയ്യാറായി കഴിയും. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റും ടേസ്റ്റിയുമായ പുട്ട് തയ്യാറായിട്ടുണ്ട്. ബിഗിനേഴ്സൊക്കെ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കും എളുപ്പത്തിൽ നല്ല പുട്ട് തയ്യാറാക്കാനായി സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.